الصلاة والسلام على أشرف المرسلين وعلى آله وصحبه وتبعه الفائزين أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم في بيوت أذن الله أن ترفع ويذكر فيها اسمه يسبح له فيها بالغدو والآصال صدق الله المولانا العظيم اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. ഏറെ സ്നേഹാദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അതിനോടൊപ്പം തന്നെ അതീവ പ്രാധാന്യമുള്ള ഒരു ദിവസത്തിൽ കൂടിയാണ് നാം. എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ ഔദാര്യമായി ഒരു ഫൈദാൻ എന്ന് പറയുന്നത് പോലെ നമുക്ക് സുജൂദ് ചെയ്യുവാനും നമുക്ക് നമസ്കാരങ്ങൾ അർപ്പിക്കപ്പെടാനും ഈ മഹത്തരമായ മജ്ലിസിൽ ഇതുപോലെ സംഗമിക്കാനൊക്കെ കാരണമായി ഒരു അഭിമാനമായി അതിനേക്കാൾ അപ്പുറം അല്ലാഹു ഒരു അമാനത്തായി നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട ഈ മഹത്തരമായ ഭവനം, അതിന്റെ ഒരു വർഷത്തിലേക്കുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അതിന് നേതൃത്വം കൊടുക്കലുമായി അല്ലാഹു തൗഫീഖ് കൊടുക്കപ്പെടുന്ന ഒരു വിഭാഗം, അതിലേക്കുള്ള തെരഞ്ഞെടുപ്പിലേക്ക് ഈ ദിവസം കൂടിയാണ്. അല്ലാഹു ഏറെ ഹൈറായി ഈ ലോകത്തിലും അനുകൂലമാക്കി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹബീബായ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റയ്ക്ക് ശേഷം പരിശുദ്ധമായ മദീനയിലേക്ക് അങ്ങനെ ചെന്ന് ചേരുമ്പോൾ ഹബീബായ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് തന്റെ തൃക്കരങ്ങൾ കൊണ്ട് പണി കഴിപ്പിക്കുന്ന ഒരു മസ്ജിദ് ഉണ്ട്. മസ്ജിദുൻ നബവി, അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂലിന്റെ ഭവനം എന്ന് നാം ചേർത്ത് പിടിക്കപ്പെടുന്ന, നാം കൽബിലേറെ ആഘോഷിക്കപ്പെടുന്ന ഒരു സ്വപ്നദൂത് പോലെ അങ്ങനെ കൊണ്ടു നടക്കുകയും കിനാവ് കാണുകയും ചെയ്യുന്ന പരിശുദ്ധമായ മസ്ജിദിന്റെ നിർമ്മാണം. ആ മസ്ജിദിന്റെ ചരിത്രം അങ്ങനെ പഠിക്കുമ്പോൾ അവിടെ ഓടി നടക്കുന്ന സ്വഹാബത്തിന്റെ ഇടയിൽ കല്ല് ചുമക്കുകയും മണൽ ചുമക്കുകയും മണൽക്കൂമ്പാരങ്ങളെ തട്ടിമാറ്റുകയും ഈന്തപ്പന മടകൾ താട്ടപ്പെടുകയൊക്കെ ചെയ്യുന്ന മനോഹരമായ തിരക്ക് പിടിക്കുന്ന ഒരു സാഹചര്യം. പരിശുദ്ധമായ മസ്ജിദ് നബവി അങ്ങനെ മണ്ണിൽ ഉയർത്തപ്പെടുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂലിന്റെ സുന്ദരമായ സുഭവനം അതങ്ങനെ മനോഹരമായി ഉയർത്തപ്പെടുമ്പോ അതിന്റെ ഒരാളായി അവർക്കിടയിലൂടെ കടന്നു പോകുന്ന പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ കഴിയും. അവിടുന്ന് ഒരു ഖാദിമായി ചരിത്രങ്ങളിൽ കാണാം. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചുമടെടുത്തിട്ട് ആ പരിശുദ്ധമായ മസ്ജിദ് ഒന്ന് പൂർത്തീകരിക്കാൻ ഏറെ പ്രത്യാശിച്ചുകൊണ്ട് ആ മദീന പള്ളിയുടെ പ്രവർത്തനങ്ങൾക്കായി മണ്ണ് ചുമക്കുന്ന ഒരു അറേബ്യൻ പെൻസിലുടെ രാജാവിനെ കാണാൻ കഴിയും. അർപ്പണത്തിൽ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പണി കഴിപ്പിക്കപ്പെടുന്ന ഒരു പള്ളിയാണ്. അത് ഹിദായത്തിന്റെ വലിയ മാർഗമായി നബിതങ്ങൾ പറഞ്ഞല്ലോ. പരിശുദ്ധമായ മദീന എന്ന് പറഞ്ഞാൽ ഒരു മാളത്തിലേക്ക് എപ്രകാരമാണോ ഒരു പാമ്പ് ഇഴജന്തു അങ്ങനെ ഇഴഞ്ഞു കയറുന്നത് എന്നതുപോലെ സമാനമാണ്. അത് ആ നാടും ആ നഗരവും അങ്ങനെയാണ്. ഈമാനികമായ ഹൃദയത്തിലേക്ക് ചൂഴ്ന്നിറങ്ങുന്ന ഒരു അത്ഭുതപ്പെട്ട ഒരു നാടാണ്. ആ നാട്ടിലാണ് ആ മനോഹരമായ ഭവനം പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പണി കഴിപ്പിക്കുക. അത് ലോകത്തിന്റെ വെളിച്ചമായി നിൽക്കാൻ നാം അങ്ങനെ കാഴ്ചയും ചരിത്രത്തിൽ നാം കണ്ടതുകൂടിയാണ്. എന്നതുപോലെ തന്നെയാണ് അവരെ പിൻപറ്റിക്കൊണ്ട് നാം പണി കഴിപ്പിക്കപ്പെടുന്ന ഓരോ നാട്ടിലും അവർക്ക് ഇബാദത്ത് ചെയ്യാൻ, സുജൂദുകൾ അർപ്പിക്കപ്പെടാൻ, റുകൂഉകളും ഇഅ്തിദാലുകളും അങ്ങനെ മനോഹരമായ ഖുർആൻ പാരായണങ്ങളൊക്കെയായി വിശ്വാസികൾക്ക് ഒരുമിച്ചിരിക്കാനും സംഗമിക്കാനും കഴിയുന്ന ഓരോ ഭവനവും വലിയ അല്ലാഹുവിന്റെ തൗഫീഖാണ്. ഇന്നുമുണ്ടല്ലോ ഈ ജുമാ നമസ്കാരത്തെ പ്രവേശിക്കുന്നതിന് മുമ്പ് നാം പറയും തൊട്ടടുത്ത് കാണുന്ന ഒരു മസ്ജിദിന്റെ പ്രവർത്തനം നടക്കുമ്പോൾ അതിന്റെ സഹായമായി സംസാരിക്കുകയാണ്. ആ സമയത്താണ് ഒരു അഭിമാനമായി നമ്മുടെ നാട്ടിൽ
പ്രശംസയോടെ ഊർജിതമായി നിൽക്കുന്ന മനോഹരമായ നമ്മുടെ ഈ മസ്ജിദ് അല്ലാഹു എല്ലാവരും ഇത് വെളിച്ചം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈമാനിന്റെ കാതൽ കൂടിയാണ് ഓരോ മസ്ജിദും. അതാണല്ലോ അതിനെ ചേർന്ന് കാണുന്ന ഒരു മദ്രസയ്ക്ക് പോലും അലിഫ് പഠിപ്പിക്കപ്പെടുന്ന ആ മനോഹരമായ സംവിധാനത്തിന്റെ പേര് പോലും നൂറുൽ ഇസ്ലാം എന്നാണ്. പരിശുദ്ധമായ ഇസ്ലാമിന്റെ വെളിച്ചത്തിന്റെ പ്രകാശത്തിന്റെ താഴികൾ കുടന്ന് ഇത്ര മനോഹരമായ പേര് പോലും. അതാണല്ലോ പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നത് അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയും അതുമായി ബന്ധപ്പെട്ടതൊക്കെ ഈ ആകാശ ലോകങ്ങളുടെ ഈ പ്രാപഞ്ചികമായ സത്യയുടെ വെളിച്ചമാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. ഈ പ്രാപഞ്ചികമായ ഈ ആകാശ ഭൂമി വിധാനങ്ങളുടെ ഈ മന്ദമാരുതരും ഈ മരങ്ങളും മാമരങ്ങളും ആകാശങ്ങളും നെബൂലകളും താരാപഥങ്ങളും അതങ്ങനെ മിഴിച്ചിരിഞ്ഞ് നിൽക്കുമ്പോഴും മനോഹരമായ ആകാശ വിധാനങ്ങൾ തീർക്കുമ്പോഴും ഈ മസ്ജിദ് അങ്ങനെ തെളിഞ്ഞു തന്നെ നിൽക്കുമെന്നാണ് അവിടെ പഠിപ്പിക്കുന്ന ഇൽമുകളും അങ്ങനെയാണ്. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ആയത്തിൽ അടുത്ത ആയത്ത് അല്ലാഹു തുടങ്ങുന്നത് ഫീ ബുയൂത്തിൻ എന്നാണ്. ഫീ ബുയൂത്തിൻ, ചില വീടുകൾ. ഏത് വീടുകളാണ്? അതിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹി ഇസ്മുഹു, അല്ലാഹുവിന്റെ നാമങ്ങളെ സ്മരിക്കപ്പെടുന്ന, അല്ലാഹുവിന്റെ നാമങ്ങളാണ് മനോഹരമായി അന്തരീക്ഷത്തിലേക്ക് ഉയർത്തപ്പെടുന്ന, ഹൃദയങ്ങളിലേക്ക് ഉയർത്തപ്പെടുന്ന മനോഹരമായ ചില വീടുകൾ. തഫാസീറിന്റെ ഗ്രന്ഥങ്ങളിൽ ആ വീടുകൾക്ക് വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്. അത് മസാജിദുല്ലാഹ്, അല്ലാഹുവിന്റെ മസ്ജിദുകളാണെന്ന് മഹാന്മാരായ ഇമാമുകൾ പറയാൻ ആ ഖുർആനിൽ പരാമർശിച്ച സുന്ദരമായ ഒരു ഭവനമാണ്. വയുസബ്ബിഹു ലഹു ഫീഹാ, ആ പള്ളിയിൽ നടക്കുന്നത് എന്താണ്? വയുസബ്ബിഹു ലഹു ഫീഹാ, ആ മസ്ജിദിൽ നടക്കുന്നതെല്ലാം അല്ലാഹുവിന്റെ പ്രകീർത്തനങ്ങളാണ്. അവിടെ പറയുന്നതും സംസാരിക്കുന്നതും ഒരുമിച്ചിരിക്കുന്നതും സമയം പോക്കാവുന്നതെല്ലാം ഒരു നിലക്ക് അല്ലെങ്കിൽ മറ്റൊരു നിലക്ക്. നമസ്കാരമാകാം, ദിക്റിന്റെ മജ്ലിസുകളാവാം, പരിശുദ്ധ റസൂലിന്റെ സ്വലാത്തിന്റെ മജ്ലിസുകളാവാം, ഇൽമിന്റെ മജ്ലിസുകളാവാം. എന്താണെങ്കിലും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ദർപ്പണത്തിൽ യുസബ്ബിഹു ലഹു ഫീഹാ, അവിടെ നടക്കുന്നത് മുഴുവൻ അല്ലാഹുവിന്റെ തസ്ബീഹുകൾ തന്നെയാണ്. ബിൽ ഉദൂബി വൽ ആസാൽ, രാവിലെയും വൈകുന്നേരവും പ്രദോഷത്തിലും ഒരു മസ്ജിദ് അങ്ങനെ യശസ്സായ ഇസ്സത്തായ ഒരു നാട്ടിൽ അങ്ങനെ നിൽക്കുമെന്നാണ്. അത് അല്ലാഹുവിന്റെ ഭവനമെന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മോട് പറയാണ്. ഈ രണ്ട് ആയത്തുകളെയും സൂറത്തുൽ നൂറിന്റെ ഈ മനോഹരമായ രണ്ട് ആയത്തുകളെയും ജംഅ് ചെയ്തുകൊണ്ട് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ, ഇമാമികൾ ഒരുമിച്ച് കൂട്ടിയിട്ട് വ്യാഖ്യാനിക്കുന്നത് കാണാൻ കഴിയും. ഈ പ്രപഞ്ചത്തിന്റെ വെളിച്ചം തന്നെ, ഒരു നാടിന്റെ വെളിച്ചം തന്നെ ആ നാട്ടിലുള്ള മസ്ജിദുകളാണ്. ഈമാനിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഓരോ മസ്ജിദുകളും. അതാണല്ലോ അത്രമേലതാണ് പ്രകാശപൂരിതമായി നിൽക്കും. നേരത്തെ പറഞ്ഞതുപോലെ ആകാശത്തിന്റെ മനോഹരമായ വിഹായസിൽ നക്ഷത്രങ്ങളും താരാപഥങ്ങളും നെബൂലകളും ഗാലക്സികളും ക്ഷീരപഥങ്ങളൊക്കെ മനോഹരമായി അങ്ങനെ കണ്ണു തുറന്ന് കൺചിപ്പി മാറി മാറി തെളിഞ്ഞു നിൽക്കുമ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് അൽ മസാജിദു ബുയൂത്തുല്ലാഹി ഫിൽ അർദ്. നിങ്ങൾക്കറിയുമോ സഹാബ, അൽ മസാജിദു, ഈ മസ്ജിദുകൾ എന്ന് പറഞ്ഞാൽ ബുയൂത്തുല്ലാഹ്, അല്ലാഹുവിലേക്ക് ഇദാഫത്താണ്. ഇത് അല്ലാഹുവിന്റെ വീടുകളാണ്, അല്ലാഹുവിന്റെ ഭവനങ്ങളാണ്. ഇവിടെ ഫിൽ അർദി, ഭൂമിയിലുള്ളത്. തുദൈഉ ലി അഹ്ലി സമാ, ആകാശ ലോകത്തെ അതങ്ങനെ പ്രകാശിച്ചു കൊണ്ട് നിൽക്കും. ഏതുപോലെ എന്നറിയോ? മനുഷ്യർ ഈ മണ്ണിൽ ഇങ്ങനെ കാല് ചുവട്ടിയിട്ട് അതുകൊണ്ട് ഭൂമിയുടെ മടിത്തട്ടിൽ കാല് ചുവട്ടിയിട്ട് മുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോ അനന്തമായി ആകാശത്തിൽ എത്ര മനോഹരമായിട്ടാണോ നക്ഷത്രങ്ങൾ അങ്ങനെ കണ്ണു ചിമ്മുന്നത്. ഈ മനോഹരമായ പ്രാപഞ്ചിക ലോകത്ത് വൈകുന്നേരങ്ങളിൽ ആകാശ ലോകത്തിൽ മിന്നിത്തെളിയുന്ന നക്ഷത്രങ്ങൾ എത്രമാത്രം മനോഹരമാണോ അതേ മനോഹാരിതയിൽ തന്നെയാണ് ആകാശത്ത് ജീവിക്കുന്ന അല്ലാഹുവിന്റെ മാലാഖമാർക്ക് മുന്നിൽ ഭൂമിയിലെ ഓരോ പള്ളികളും തിളങ്ങി നിൽക്കുന്നത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപക്ഷെ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിൽ ഉദയം ചെയ്യപ്പെട്ട ഏറ്റവും മനോഹരമായ പ്രകാശഗോളം അതിപരിശുദ്ധമായ മസ്ജിദാണ്. അല്ലാഹു എല്ലാ തൗഫീഖും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അത് ഈമാനികമായ ഒരു ആത്മീയമായ ഹിദായത്തിന്റെ നിറകുടവും അതിന്റെ കൂടാരവുമാണ് മസ്ജിദ്. നമുക്ക് എങ്ങനെയും സംവിധാനിക്കാൻ കഴിയും വിധം, അതെങ്ങനെയും ഭരിക്കാൻ കഴിയും വിധം ഒന്നല്ല. ഇത് അല്ലാഹുവിലേക്ക് ചേർക്കപ്പെട്ട അല്ലാഹുവിന്റെ വീടുകളാണ് എന്ന് മാത്രമല്ല, ആകാശ
ലോകത്ത് ജീവിക്കുന്നവരെ സംബന്ധിച്ച്, പരിശുദ്ധരായ മലക്കുകളെ സംബന്ധിച്ച് അവർ ആ മനോഹരമായ പള്ളികൾ നക്ഷത്രങ്ങൾ മിന്നത്തിളക്കുന്നത് പോലെ ഭൂമിയിലെ നക്ഷത്രങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്നു എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ കാര്യവുമായി ബന്ധപ്പെട്ടിട്ടാണ്, അതിന്റെ പരിപാലനവുമായി ബന്ധപ്പെട്ടിട്ട് നാം ആളുകളെ തിരഞ്ഞെടുക്കുമ്പോഴും ആ അതീവമായ ഒരു സൂക്ഷ്മതയും അതിന്റെ ഒരു പക്വതയും നാം കാണിക്കേണ്ടതുണ്ട്. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഭവനം അല്ലാഹു ഭരിക്കും, അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. പക്ഷേ ഭൗതികമായ നിലക്ക് ഏതൊരു കാര്യത്തെയും നിയന്ത്രിക്കപ്പെടുന്ന ഒരു സംവിധാനമുണ്ട്. അതിന് ഹിയറാർക്കിയായ രീതികളുണ്ട്. നമുക്കറിയാമല്ലോ, ഭൂമിയുടെ നിയന്ത്രണങ്ങൾ എല്ലാം ഭരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. പക്ഷേ ആ പ്രവാചകന്മാരിലേക്ക് സന്ദേശം അയക്കാൻ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാമിനെ നിയോഗിക്കുന്നത് പോലെ, ഭൂമിയിലെ മറ്റു നിയന്ത്രണങ്ങൾ ഓരോ മാലാഖമാരെ അയക്കപ്പെടുന്നത് പോലെ, ഭൂമിയിലെ ഹിദായത്തിന്റെ വെളിച്ചമായി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള അമ്പിയാക്കന്മാരെ നിയോഗിക്കപ്പെട്ടതുപോലെ, പരിശുദ്ധ പ്രവാചകന് ശേഷമുള്ള മനോഹരമായ ഖുലഫാഉർ-റാഷിദീങ്ങളുടെ കാലം പോലെ, അവിടുന്ന് ചുവട് പിടിച്ച് കടന്നു വന്നിട്ടുള്ള അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ പോലെ, അതിനുശേഷം കടന്നു വന്നിട്ടുള്ള സ്വാലിഹീങ്ങളെ പോലെ അവർക്ക് നിർണിതമായ ചില മേഖലകളുണ്ട്. ഭൗതികമായി ഓരോ വിഷയങ്ങളും അല്ലാഹു ചില ആളുകളെ ഏൽപ്പിച്ചിട്ടുണ്ടാവും. നേരത്തെ ഞാൻ പറഞ്ഞു വെച്ചതുപോലെ മലായികത്ത്, പിന്നീട് അമ്പിയാക്കന്മാർ, പിന്നീട് അവിടുത്തെ അനുധാവനം ചെയ്ത ഖുലഫാഉർ-റാഷിദീങ്ങൾ, അവിടുത്തെ പിന്നീട് വരുന്ന ഔലിയാക്കൾ, പിന്നെ അവരെ എല്ലാ നിലയ്ക്കും അനുധാവനം ചെയ്യുന്ന സ്വാലിഹീങ്ങൾ എന്നങ്ങനെ വന്ന് അവസാനം ഒരു നാട്ടിലേക്ക് അതങ്ങ് ചുരുങ്ങി വരുമ്പോ, ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട് വരുമ്പോ, ആ നാട്ടിലെ ഭൗതികമായ സംവിധാനങ്ങൾക്കനുസരിച്ച് ഒരു വിഷയം വരുമ്പോ ആ നാട്ടിലെ മുഅ്മിനീങ്ങളായ മുസ്ലിമീങ്ങളായ ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടാണ് അത്തരം ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. പള്ളിയുടെ നിയന്ത്രണവും ഭരണവും അല്ലാഹു നോക്കും. അല്ലാഹുവിന്റെ ഭവനമാണ്. ഇതിന് മുമ്പൊരു തലമുറ ഉണ്ടായിരുന്നല്ലോ. എത്രയോ കൊല്ലങ്ങളായി മസ്ജിദ് നിർമ്മിക്കപ്പെട്ടിട്ട്, എത്രയോ കൊല്ലങ്ങളായിട്ടുണ്ട്. ആ കൊല്ലങ്ങൾ ജീവിച്ചിരുന്ന ആ ജമാഅത്ത് കമ്മിറ്റി എവിടെ? അവർ മരണപ്പെട്ടു പോയി. അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കുമാറാകട്ടെ. അവർ ചെയ്ത സൽക്കർമ്മങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും അല്ലാഹു പ്രതിഫലമായി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നീട് കാലഘട്ടങ്ങൾ മാറുമ്പോൾ ഓരോ കാലഘട്ടത്തിന് ശേഷവും ഈ മസ്ജിദിന്റെ പരിപാലനം ആ കാലഘട്ടത്തിലെ വർത്തമാന സാഹചര്യത്തിലെ മുസ്ലിമീങ്ങളും മുഅ്മിനീങ്ങളും ഏറ്റെടുക്കുകയാണ്. ഇമാറത്തുൽ മാദിയ അല്ലെങ്കിൽ ഇമാറത്തുൽ മഅനവിയ എന്നൊക്കെ പേര് നമുക്ക് പറയാം, സാങ്കേതിക പദം കൊണ്ട്. എന്നിരുന്നാൽ തന്നെ ഈ കാലഘട്ടത്തിന്റെ മുഅ്മിനീങ്ങളായ മുസ്ലിമീങ്ങളായ നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് ഈ വരാൻ പോകുന്ന ഒരു വർഷത്തിലേക്കുള്ള ഈ മസ്ജിദിന്റെ പരിപാലനം, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അതീവ ജാഗരൂകമായി തന്നെ, അതീവ ശ്രദ്ധയോടെ തന്നെ. കാരണം ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ്. ചില ആളുകൾ പറയുമ്പോൾ ജമാഅത്ത് കമ്മിറ്റി തീരുമാനിച്ചോളൂ, അല്ലാതെ പള്ളി കമ്മിറ്റി തീരുമാനിച്ചോളൂ, അത് അവരായി അവരുടെ ഭരണം നടക്കണം, അത് പറയാൻ പാടില്ലെന്നാണ്. ഇങ്ങനെ പറയാൻ കഴിയും. മസ്ജിദിന്റെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവര് സുജൂദ് ചെയ്യപ്പെടുന്ന പള്ളിയുടെ ഒരു വിഷയം വരുമ്പോൾ, ആ വിഷയത്തിലേക്ക് വരാം. ആ വിഷയങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് കൈതട്ടിയിട്ട് പിന്തിരിഞ്ഞ് നടക്കാൻ സാധിക്കുക? അത് അവന്റെ ഈമാനിന്റെ ദുർബലതയെ കാണിക്കുന്നതാണ്. ഈമാനിന്റെ ദുർബലതയാണ്. അത് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. മസ്ജിദിൽ ഒരു പോരായ്മ വരുമ്പോഴേ ഹൃദയത്തിനകത്ത് ചെറിയൊരു വേദന പൊടിയുന്നുണ്ടെങ്കിൽ, മസ്ജിദിന്റെ അകത്ത് ചെറിയ പ്രയാസം കാണുമ്പോ, മസ്ജിദിന്റെ മുറ്റത്ത് ഒരു പേപ്പർ കിടക്കുന്നത് കാണുമ്പോൾ ചെറിയതായി മനസ്സൊന്ന് പൊടിയുന്നുണ്ടെങ്കിൽ, വേദന സംഭവിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം അത് ഈമാനുള്ളതിന്റെ അടയാളമാണ്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ഒരു വർഷം ഒരു ജമാഅത്ത് കമ്മിറ്റിയിലേക്ക് ഈ പരിശുദ്ധമായ ഭവനം ഒരു അമാനത്തായി, സൂക്ഷിപ്പ് മുതലായി അതിന്റെ ഭൗതികമായ ഭരണപരാണെന്ന് ഏൽപ്പിക്കപ്പെടുന്ന ഒരു സദസ്സിലേക്ക് എങ്ങനെയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ച്, ഞാൻ വെറുതെ ഗൗരവത്തിൽ പറയാനല്ല, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവന്റെ ഷഹാദത്തിന്റെ ചുവട്ടിലേക്ക് വരപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയാണ് അള്ളാഹുവിന്റെ മസ്ജിദിന്റെ വിഷയം വരുമ്പോ അതിനോട് പിന്തിരിഞ്ഞു പോകുക എന്ന് പറയുന്നത് തന്നെ ഈമാനിന്റെ ദുർബലതയെ സൂചിപ്പിക്കലാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജമാഅത്ത് കമ്മിറ്റി കൂടുമ്പോ അവിടെ ഇരിക്കാം, ഇരുന്നിട്ടോ നിനക്ക് പറ്റുന്ന ആശയങ്ങളെ സംവദിക്കാൻ സാധിക്കുമെങ്കിൽ നാവിലൂടെ തന്നെ പറയാം. ഇന്ന വർഷം, ഇന്ന മാസം, ഇന്ന സമയത്തുണ്ടായ പ്രയാസങ്ങളെ, അത് നിങ്ങൾ ചെയ്ത രീതി, നടപ്പിലാക്കിയ രീതി, അത് ചെയ്ത പോരായ്മകളുണ്ട്. ആരും തികഞ്ഞവരല്ലോ. മാന്യമായ ഭാഷയിൽ, മാന്യമായ അംഗവിക്ഷേപങ്ങളിലൂടെ തന്നെ എല്ലാവരെയും ബഹുമാനിച്ചുകൊണ്ട് തന്നെ, അവരെയും കഴിഞ്ഞ വർഷം തെരഞ്ഞെടുക്കപ്പെട്ടവരാണല്ലോ.
നാം എല്ലാവരും കൂടി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അവര് മനുഷ്യരാണ്. പോരായ്മകൾ സംഭവിക്കാം. സ്വാഭാവികമായി വന്നുപോയ പോരായ്മകളെ ഏറ്റവും മാന്യമായി തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞത് ഒരു മനുഷ്യന്റെ കൾച്ചറിന്റെ ഭാഗമാണ്. അങ്ങാടിയിൽ കേൾപ്പിക്കുന്നത് പോലെ പൊരുക്കുന്നത് പോലെ പള്ളിയിൽക്കണം വെച്ചപ്പോൾ അതാർക്ക് സാധിക്കും. ഒരു കാര്യത്തെ മാന്യമായ നിലക്ക് അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി അത് തിരുത്തപ്പെടണമെന്ന നല്ല ഉദ്ദേശത്തോടു കൂടെ മുന്നിൽ നിൽക്കുന്ന ആളുകളുമായി സംവദിക്കാൻ നിനക്ക് സാധിക്കുമെങ്കിൽ നാവ് കൊണ്ട് തന്നെ സംസാരിക്കാൻ. ഇനി അതല്ല, നാവ് കൊണ്ട് പറയാനുള്ള കഴിവോ അതിന്റെ പ്രാപ്തിയോ എനിക്കില്ല, നീ എന്ത് ചെയ്യാം? നിന്റെ കൈ കൊണ്ട് നിനക്ക് തടയാം. തമ്മിത്തള്ളുണ്ടാക്കാനോ ഒന്നും തള്ളുണ്ടാക്കാനോ അല്ല പറയാം. മാന്യമായ നിനക്ക് അടുത്ത് നിൽക്കുന്ന ആളെ ഒന്ന് തോണ്ടിയിട്ട് അതിന് കഴിവും പ്രാപ്തിയുമുള്ള ആളെ തോണ്ടിയിട്ട് നിനക്ക് പറയാം, ഈ വിഷയം ഒന്ന് സൂചിപ്പിക്കുക. ഈ ഭാഗത്തൊരു പോരായ്മ സംഭവിച്ചല്ലോ. മദ്രസയിലെ വിഷയങ്ങളാണെങ്കിൽ അങ്ങനെ, സാമ്പത്തിക വിഷയങ്ങളാണെങ്കിൽ അങ്ങനെ, നടപ്പാക്കിയ എന്തെങ്കിലും പദ്ധതികളുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ അങ്ങനെ, ഇന്നാലിന്ന പോരായ്മ സംഭവിച്ചിട്ടുണ്ട്, നമുക്കത് പരിഹരിക്കണ്ടേ? ആ നിലക്ക് മാന്യമായ നിലക്ക് നീ കൈ കൊണ്ട് പ്രതികരിക്കാൻ സാധിക്കുമെങ്കിൽ, ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമെങ്കിൽ നീ ചൂണ്ടിക്കാണിക്കുക. ഇനി ആദ്യം നിനക്ക് സാധിക്കുന്നില്ലേ? നന്മ മാത്രമല്ലല്ലോ, അവിടെ നന്മയുടെ ചർച്ചകൾ നടക്കും, തിന്മയുടെ ചർച്ചകൾ നടക്കും. നന്മയുടെ വിഷയങ്ങൾ ഹൃദയം കൊണ്ട് ചേർന്ന് നിൽക്കുക. അങ്ങനെ ചേർന്നാലോ ആ ജമാഅത്ത് കമ്മിറ്റി ആ വർഷം ചെയ്യുന്ന മുഴുവൻ നന്മയുടെയും ഭാഗമായി നിൽക്കാൻ സാധിക്കും. നീ ശാരീരികമായി പ്രവർത്തിച്ചിട്ടില്ല, ശരിയാണ്. സാമ്പത്തികമായി പ്രവർത്തിച്ചിട്ടില്ല, ശരിയാണ്. പക്ഷെ മാനസികമായി ഹൃദയം കൊണ്ട് നീ കൊടുക്കുന്ന അനുകൂലമായ മുദ്രാവാക്യം, ഹൃദയം കൊണ്ട് ചേർന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതിലെല്ലാം ഒരു വാക്ക് കൊണ്ട് ചേർക്കാൻ സാധിക്കുമെങ്കിൽ, സാന്നിധ്യം കൊണ്ട് ചേർക്കാൻ സാധിക്കുമെങ്കിൽ അതേ പ്രതിഫലം നിനക്കുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതോടൊപ്പം തന്നെ വളരെ പ്രധാനമാണ് ഒരു മനുഷ്യൻ ചെയ്യുന്ന നന്മകളെയും ചൂണ്ടിക്കാണിക്കപ്പെടണം. ജമാഅത്ത് കമ്മിറ്റി ചെയ്ത ചെറിയ നന്മയാവും, നിസ്കാരത്തിന് സൗകര്യമൊരുക്കലാകും, ബാത്റൂം സംവിധാനങ്ങൾ, അശുചിമുറികൾ വൃത്തിയാക്കലാകും, മദ്രസ സംവിധാനങ്ങളാകും, ഭൗതികമായിട്ടുള്ള സാമ്പത്തിക മേഖലയിൽ ചെയ്യപ്പെടുന്ന ഏതെങ്കിലും പദ്ധതികളാവും. അത് മഹല്ലിനോ മദ്രസക്കോ ജമാഅത്തിനോ ഹൈറാണെങ്കിൽ അതിനെല്ലാ നിലക്കുമുള്ള സപ്പോർട്ട് കൊടുക്കാം. അതും എന്നെ സംബന്ധിച്ചിടത്തോളം ആഖിറത്തിലേക്കുള്ള നന്മയാണ്. അങ്ങനെ നന്മയിൽ പങ്കാളിയാകുന്നവന്, മനസ്സിന്റെ നെയ്യത്ത് കൊണ്ട് പങ്കാളിയാകുന്നവൻ അത് പ്രവർത്തിച്ചവനെ പോലെ തന്നെയാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നാവിലൂടെ, ചിന്തയിലൂടെ, അനുഭവങ്ങളിലൂടെ നമ്മുടെ ഓരോരുത്തരുടെയും പ്രത്യേകമായ എക്സ്പീരിയൻസ് ഉണ്ടാവും. ആ നിലക്ക് ഈ പരിശുദ്ധമായ മസ്ജിദിന്റെ പരിപാലനവുമായി ബന്ധപ്പെട്ട് ഈ ജമാഅത്ത് കമ്മിറ്റിക്ക് വേണ്ട എല്ലാവിധ പ്രോത്സാഹനങ്ങളും എടുത്തു കൊടുക്കൽ ഈ മഹല്ലിന്റെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുമ്പോ പരിശുദ്ധമായ ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ്. നമ്മൾ തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ അവരുടെ ഡിമാൻഡുകൾ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളെന്തായാലും ഒരു കള്ളുകൂടെയാണോ അല്ലെങ്കിൽ ഒരു പലിശക്കാരനെയോ പിടിച്ച് ജമാഅത്ത് കമ്മിറ്റി ഏൽപ്പിച്ചു കൊടുക്കില്ല. മുസ്ലിങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധമായ ദീനിന്റെ ഒരു മനോഹരമായ ആദർശവും ഒരു കെട്ടുറപ്പും നമുക്കുള്ളതാണ്. അല്ലാഹു ഖിയാമത്തോളം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ആൾ ആരാകട്ടെ, ആ കമ്മിറ്റിയിൽപ്പെട്ട ആളുകളിലേക്ക് ഒരാൾ നാം സജസ്റ്റ് ചെയ്യപ്പെടുമ്പോ, ഒരു കാൻഡിഡേറ്റ് ആയി വയ്ക്കപ്പെടുമ്പോ നാം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, പരലോകവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഭൗതിക വിഷയമോ തെരഞ്ഞെടുപ്പോ അല്ല ഒരു മസ്ജിദിന്റെ തെരഞ്ഞെടുപ്പ്. ഖുർആൻ തന്നെ സൂചിപ്പിച്ച ഒന്നാമത്തെ ഡിമാൻഡും ഷർത്തും വെച്ചതെന്താണ്? അവൻ മൻ ആമന ബില്ലാഹ്, അല്ലാഹുവിൽ അടിയുറച്ച വിശ്വാസമുള്ള ഒരാളാകണം. അതങ്ങനെ നടന്നുകൂടാ എന്ന് പറയുന്നതല്ല. ജമാഅത്ത് കമ്മിറ്റി പിരിക്കപ്പെടുന്ന ബക്കറ്റിന്റെ തൂക്കം നോക്കിയിട്ട് കുറെ പൈസ മറിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നതല്ല. ഒരു വർഷത്തേക്ക് പൈസയിൽ അങ്ങനെ ഒരു ക്രയവിക്രയം ചെയ്യാമെന്നൊരു ഉദ്ദേശം അതല്ല. ഖുർആൻ അടിസ്ഥാനപരമായി സൂചിപ്പിക്കപ്പെടുകയാണ്. ഒരാളെ നാം തെരഞ്ഞെടുക്കപ്പെടുമ്പോ, ഒരാൾ തെരഞ്ഞെടുക്കപ്പെട്ട് വിജയിച്ചു വരുമ്പോൾ രണ്ടാളുകൾക്ക് ശ്രദ്ധിക്കണം വിഷയം. അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവനാവണം. ഇതിനുശേഷം നാളെ പരലോകം എന്നൊരു സംവിധാനം വരാനുണ്ട്. ചെയ്തു വെച്ച മുഴുവൻ നന്മകൾക്കും, അതൊരു കടുകുമണിയോളം ഒരു നന്മയാണെങ്കിൽ അതിനും, തിന്മയാണെങ്കിൽ അതിനും പ്രതിഫലവും ആഘാതവും ശിക്ഷയും കിട്ടപ്പെടാൻ പോകുന്ന നാളെ പരലോകം എന്ന ഉറപ്പായ ഒരു ദിവസം വരാനുണ്ട് എന്ന ചിന്തയും ഒരു ബോധവും ഉള്ള ഒരാളെ വേണം നാം ജമാഅത്ത് കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടാൻ. തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അത് ഈമാനിന്റെ വിഷയമാണ്.
തെരഞ്ഞെടുക്കപ്പെടലേ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈമാനിന്റെ അടയാളമാണ്. എന്തുകൊണ്ട്? ഈ ആയത്ത് പഠിച്ചാൽ മതി. ഇതിന്റെ വ്യാഖ്യാനങ്ങൾ ഇമാമിങ്ങൾ തന്നെ പറയുന്നുണ്ട്. അവിടെ എന്ന് പറഞ്ഞത് ഈമാനികമായ ഒരു വിഷയം കൂടിയാണ്. ഒരാളെ തെരഞ്ഞെടുക്കുക എന്നത് ജമാഅത്തിന്റെ വിഷയമല്ലേ, പള്ളിയുടെ കാര്യമല്ലേ എന്ന് പറഞ്ഞ് പോകാൻ പാടില്ല. എന്തുകൊണ്ട്? ഒരു മസ്ജിദിന്റെ പരിപാലനം, അവിടെ നടക്കുന്ന കമ്മിറ്റി, അതിലേക്ക് തെരഞ്ഞെടുപ്പ് എല്ലാം. അപ്പൊ ആ ഒരു പ്രക്രിയയിൽ നിർബന്ധമായി സാന്നിധ്യം അറിയിക്കൽ ഈ മഹലിലെ ഏതൊരു ചെറുപ്പക്കാരുടെയും ആവശ്യമാണ്. പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ഏതൊരാളും അത് പങ്കെടുക്കൽ വാജിബാണ്, നിർബന്ധമാണ്. രണ്ടിനും പരിശുദ്ധമായി നീ പറഞ്ഞല്ലോ, നിബിധങ്ങൾ പറഞ്ഞല്ലോ, ഇതാ നിങ്ങൾ ഒരാളെ കണ്ടു, എന്തായുള്ള പ്രത്യേകത? ഒരാൾ പള്ളിയെ പരിപാലനവുമായി ബന്ധപ്പെട്ട് നിരന്തരമാണ്. പരിപാലനം എന്ന് പറഞ്ഞ നിസ്കാരവും വിവാദത്തുമായി ബന്ധപ്പെട്ട് അയാൾ സജീവമാണ്. ഭൗതികമായ നിലയ്ക്ക് പള്ളി വൃത്തിയാക്കലും അതിന്റെ വിശാലമായ ലക്ഷ്യവും വിദൂര ലക്ഷ്യത്തെ പറ്റി നല്ല കാഴ്ചപ്പാടുള്ളയാളാണ്. ഇതൊക്കെ പള്ളിയുടെ പരിപാലനത്തിൽപ്പെട്ടതാണ്. അങ്ങനെയുള്ള ആളാണെങ്കിൽ ആ മനുഷ്യർക്ക് ഈമാൻ ഉണ്ട് എന്ന് നിങ്ങൾ സാക്ഷി പറഞ്ഞോളൂ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. ഇവിടെയൊക്കെ ഈമാനിന്റെ വിഷയമാണ് നബികൾ പറയാ. പള്ളി പരിപാലനം ഈമാനിന്റെ അടയാളമാണ്. അതിന്റെ കമ്മിറ്റിയിൽ പങ്കെടുക്കൽ ഈമാനുള്ളതിന്റെ അടയാളമാണ്. അത് ആരെങ്കിലും ആയിക്കോളും എന്ന് പറഞ്ഞിട്ട് കൈ തട്ടിയിട്ട് പുറകെ പോയിട്ട് വർത്തമാനം പറയാനും അങ്ങാടിയിൽ കൊണ്ട് വലിയ വിടുവായിത്തരം പറയാൻ തീരുമാനിച്ചാലേ നിനക്ക് ഈമാൻ ഇല്ലാത്തതിന്റെ അടയാളമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, കൃത്യമായ നമസ്കാരം നിർവഹിക്കുന്നവനാവണം. അതാണ് വ്യക്തിബാധ്യതയാണ്. അല്ലാഹുമായി നിരന്തരമായി ബന്ധമുണ്ടാവുക എന്നാണ്. ജമാഅത്തിൽ പങ്കെടുത്തോ ഇല്ലയോ എന്നുള്ളതല്ല. ചിലപ്പോൾ തിരക്കുള്ള ആളുകൾ ഉണ്ടാവും, പക്ഷെ കഴിയുന്ന സാഹചര്യം ജമാഅത്തിൽ പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക. പക്ഷെ അവനെ സംബന്ധിച്ച് വ്യക്തിപരമായി അവൻ പാലിക്കപ്പെടേണ്ട നിബന്ധനകളിൽ ഒന്ന് നിസ്കാരമുള്ള ആളായിരിക്കണം. അല്ലാഹുവിനെ കുറിച്ച് നിരന്തരമായ ചിന്തയുള്ള ആളായിരിക്കണം. രണ്ടാമത്തെ ഡിമാൻഡ് എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയാണ്. 3 സാമ്പത്തിക വിശുദ്ധിയുള്ള ആളായിരിക്കണം. എന്തിനാ സക്കാത്തിനെ സൂചിപ്പിക്കാനുള്ളതിന്റെ കാരണം? സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ആഖിറത്തെ പറ്റിയുള്ള വിചാരവും ചിന്തയും രൂഢമാണെങ്കിൽ മാത്രമേ തന്റെ സമ്പത്തിൽ നിന്ന് 2.5% എടുത്ത് അർഹതപ്പെട്ടവർ കൊടുക്കാൻ സാധിക്കൂ. ഒരു വിശ്വാസം രൂഢമൂലമായ ഒരാൾക്ക് മാത്രമേ കൃത്യമായി സക്കാത്ത് കൊടുക്കാൻ പറ്റൂ. അതവന്റെ സാമ്പത്തിക വിശുദ്ധിയാണ്. അങ്ങനെ പരലോകത്തെ പറ്റിയുള്ള ചിന്തയുള്ള ഒരാൾക്ക് മാത്രമേ സക്കാത്ത് കൊടുക്കാൻ സാധിക്കൂ. അങ്ങനെ സക്കാത്ത് കൊടുക്കുന്ന ഒരാൾക്ക് അനർഹമായ സമ്പത്ത് പോക്കറ്റിലേക്ക് വന്നാൽ ദഹിക്കൂല, അവനത് ആഗ്രഹിക്കില്ല. അങ്ങനെ വന്നാലും നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ പരലോകത്തേക്ക് വരുമ്പോ ആ നാണയവുമായിട്ട് വേണം നാളെ പരലോകത്തേക്ക് അവൻ വരാനാണ് സയ്യിദുനാ റസൂലുള്ളാഹ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കരുത്, അങ്ങനെയൊക്കെ ഉണ്ട്. ഹദീസ് പറഞ്ഞപ്പോഴാണ് സദസ്സിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് നബിയോട് പറഞ്ഞു, നബിയെ അങ്ങനെ ഏൽപ്പിക്കപ്പെട്ട ഈ അധികാരം എനിക്ക് വേണ്ട, തിരിച്ചെടുത്തോളൂ എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ വീണ്ടും അതീവ ശബ്ദമുയർത്തിക്കൊണ്ട് തന്നെ പറഞ്ഞു, എല്ലാവരും രാജിവെച്ച് പോയാലും ഞാൻ പറയേണ്ടത് പറയും, ഇത് പരലോകമാണ്. അനാവശ്യമായി അനർഹമായ ഒരു നാണയത്തൊട്ട് പോക്കറ്റിലേക്ക് വന്നാൽ, പ്രത്യേകിച്ച് പള്ളിയുടെ ബക്കറ്റിലേക്ക് വരുന്ന ഒരു പൈസ പള്ളിയുടെ നാണയമാണ്. ഒരു മാസത്തേക്ക് റൊട്ടേറ്റ് ചെയ്താലും റോൾ ചെയ്താലും ആരും അറിയില്ലല്ലോ എന്ന് വിചാരിക്കണ്ട. ഇതൊക്കെ തൊടാനുള്ള അധികാരമല്ല മുമ്പിനെ. ആ പൈസ വലിയ അപകടമാണ്. അത് ജമാഅത്തിന്റെ മുഴുവൻ പൈസയാണ്. ഓരോ നിലക്കും ഏത് നിലക്ക് ആൾക്കാർ ചോദിക്കുമല്ലോ, ഭൗതികമായി എനിക്ക് അനുഭവമുണ്ടോ ഉസ്താദ്, പള്ളിയുടെ പൈസ രണ്ട് ആവശ്യം നടത്തിയാൽ പോലെ. ശരിയാണ്, ജമാഅത്ത് കമ്മിറ്റിയുമായിട്ട് ആലോചിച്ചിട്ട് അങ്ങനെ ഒരു പാലിയേറ്റീവ് കെയറിന്റെ സംവിധാനം ഉണ്ടെങ്കിൽ ജനങ്ങളോട് പറഞ്ഞതിന് ശേഷം ഉപയോഗിക്കുക. ഇമാമിന്റെ ഫത്വകളുടെ ഇമാമിങ്ങളുടെ. പക്ഷേ അതല്ലാത്ത വിധം നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിന്റെ വിശാലമായ ചിന്തയനുസരിച്ച് ഒന്നും പള്ളിയുടെ പൈസ എടുത്ത് കളിക്കാൻ പറ്റൂല. എന്തുകൊണ്ട്? നാളെ പരലോകത്തേക്ക് അതുമായി വരേണ്ടി വരും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സാമ്പത്തികമായ വിശുദ്ധി അത്യാവശ്യമാണ്. അവസാനം പറഞ്ഞു പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, അവന്റെ തീരുമാനങ്ങൾ, അവന്റെ ചിന്തകൾ, അവൻ ഉപയോഗപ്പെടുന്ന സംവിധാനങ്ങളിലെല്ലാം അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരാളായി മാറണം അവൻ. അല്ലേ? ചില ആളുകൾ പറയൂല, എന്റെ തറവാട്ടിൽ നിന്ന് കമ്മിറ്റിയില് എന്റെ തറവാട്ടിൽ നിന്ന് ഒരാളാണ്. ഞാൻ പറയൂലോ, ഞങ്ങൾ വലിയ കുടുംബക്കാരാണ്, എന്റെ തറവാട്ടിൽ നിന്നാണ് കേട്ട പള്ളിയിൽ. നിന്റെ തറവാട്ടിലെ പള്ളിയല്ലേ അതെന്ന് വെച്ചാൽ പള്ളിയുമായി ബന്ധപ്പെടുന്ന തറവാട്ടിൽ കമ്മിറ്റി കൂടിക്കോ, പ്രയാസമല്ല. പള്ളിയുടെ വിഷയം വരുമ്പോ അർഹതപ്പെട്ട ആളുകളെ തീരുമാനിക്കുക. അത് സമ്പത്ത് നോക്കിയിട്ടോ, അല്ലെങ്കിൽ നാട്ടിലെ ഒരു തലയെടുപ്പ് നോക്കിയിട്ടോ, അല്ലെങ്കിൽ തറവാട് നോക്കിയിട്ടോ അല്ല തീരുമാനിക്കപ്പെടേണ്ടത്. ഈ നിബന്ധനകൾ ഒരാൾക്ക് സമ്പത്തുണ്ടോ, ഹൈറാണ്, അൽഹംദുലില്ലാഹ്.
ആ മനുഷ്യൻ സ്വാലിഹായ മനുഷ്യനാണോ? അൽഹംദുലില്ലാഹ്, നല്ല കാര്യം. അതിനപ്പുറം തന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ ഇരിക്കട്ടെ എന്ന് തീരുമാനിക്കപ്പെടാൻ നമ്മുടെ അവകാശത്തിൽപ്പെട്ടതല്ല ഈ പരിശുദ്ധമായ മസ്ജിദ്. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആ നിലക്ക് ഒരേ വിഷയങ്ങളാണ്, വിശാലമായ ടോപ്പിക് കൂടിയാണ്. അതോടൊപ്പം തന്നെ ഇമാറത്തുൽ മഅനവിയ, ഒരു പള്ളി പരിപാലനം എന്ന് പറഞ്ഞാൽ എന്താണ്? പള്ളി പരിപാലനം എന്ന് പറഞ്ഞാൽ ആരാധന മാത്രമല്ല, നിസ്കാരം മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട ഇമാറത്തുൽ മഅനവിയ എന്ന് പറഞ്ഞിട്ട് മഹാന്മാരായ ആധുനിക മുഫസ്സിറിന്റെ ഇമാമുകൾ ഓരോന്ന് പറയുന്നുണ്ട്. സ്പിരിച്വാലിറ്റി അതിന് കീഴിൽ വരുന്നതാണ്. മറ്റൊന്ന് എഡ്യൂക്കേഷൻ. ഈ മദ്രസ സംവിധാനങ്ങളൊക്കെ പ്രോപ്പറായി നടക്കണം. മാറാകട്ടെ. അതുകൊണ്ട് തന്നെ ഈ ജുമാ നമസ്കാരത്തിന് ശേഷമുള്ള ഈ കമ്മിറ്റി നടക്കപ്പെടുമ്പോൾ ഒരാൾക്ക് എഴുന്നേറ്റ് പോകാൻ ഒരു യോഗ്യതയില്ല. മുസ്ലിമാണോ, ഈ പള്ളിയിലാണോ ഈ സുജൂദ് ചെയ്യുന്നത് എങ്കിൽ ഇവിടെ പങ്കെടുത്തേ മതിയാകും. ഇത് ഞാൻ പറഞ്ഞതല്ല, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വിളിച്ചത് പറഞ്ഞതാണ്. നിന്റെ ഈമാനിന്റെ ഭാഗം കൂടിയാണ് ഈ പരിപാലനമായ പവിത്രമായ മസ്ജിദ് അർഹരായ ആളുകളിലേക്ക് ഏൽപ്പിക്കപ്പെടുന്ന ഒരു ദിവസം കൂടിയാണ്. നിർബന്ധമായി പങ്കെടുക്കണമെന്ന് അല്ലാഹുവിന്റെ നാമത്തിൽ പരിശുദ്ധമായ ദീൻ മുൻനിർത്തിക്കൊണ്ട് അപേക്ഷിക്കുകയാണ്. അല്ലാഹു എല്ലാവരും തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വഅലൈക്കും അസ്സലാം.